2024 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നവംബർ ആദ്യ ആഴ്ച പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇത്തവണ പ്രകാശ് രാജാണ് ജൂറി ചെയർമാൻ. ഇത്തവണ മികച്ച നടനുള്ള പുരസ്കാരം നേടാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ്? എന്നെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു 5 പേരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും ലാലേട്ടൻ, മമ്മൂക്ക, അതുപോലെ ആസിഫ് അലി, ടൊവിനോ തോമസ്, വിജയരാഘവൻ ഇവരാണ് സാധ്യതയുള്ളത്. വിജയരാഘവനെ സംബന്ധിച്ച് കിഷ്കിന്ധാകാന്ഡത്തിലെ ഗംഭീരമായ ഒരു പെർഫോമൻസ്, അപ്പുപിള്ള എന്ന ക്യാരക്ടറായി പുള്ളി ജീവിക്കുകയായിരുന്നു. പിന്നെ ടൊവിനോ തോമസ് ആണ് ARMലെ ഗംഭീര പെർഫോമൻസ് ആണ്. 3 ക്യാരക്ടറായിട്ട് പുള്ളി അത് ഗംഭീരമായി ചെയ്തിട്ടുമുണ്ട്. പ്രത്യേകിച്ചും മണിയൻ എന്ന് പറയുന്ന കഥാപാത്രമായി പുള്ളി ജീവിക്കുകയായിരുന്നു. പിന്നെയുള്ളത് ആസിഫ് അലിയാണ്. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയിലെ പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് അജയചന്ദ്രൻ എന്നുള്ളത്. അസാമാന്യമായ രീതിയിൽ പുള്ളി സ്വാഭാവിക അഭിനയത്തിലൂടെ മികച്ചതാക്കിയത്. അതുപോലെ എഡിയോസ് അമീഗോ ഉണ്ട്, ലെവൽ ക്രോസ് ഉണ്ട്. ഈ 2 സിനിമകളും കൂടെ ചേരുമ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിലെ പെർഫോമൻസും കൂടെ പരിഗണിക്കുമ്പോൾ പുള്ളിക്ക് തന്നെ നല്ല സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ലാലേട്ടനാണ്. ലാലേട്ടനെ സംബന്ധിച്ച് മലൈക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഗംഭീര സിനിമയാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും മോഹൻലാലിന്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. പിന്നെയുള്ളത് മമ്മൂക്കയാണ്. ബ്രഹ്മയുഗം തിയേറ്ററിൽ വിജയിച്ച സിനിമയാണ്. രാഹുൽ സദാശിവന്റെ ഗംഭീര വർക്കുകളിലൊന്നാണ്. മമ്മൂക്കയുടെ പെർഫോമൻസും അതിമനോഹരമായിരുന്നു. അപ്പോൾ ഇവയിൽ 5 പേർക്കും ഒരുപോലെ തന്നെയാണ് സാധ്യത പേഴ്സണലി ഞാൻ കരുതുന്നത്. ആര് നേടുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ലാലേട്ടനോ മമ്മൂക്കയോ നേടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ അഭിനേതാവ് എന്നുള്ള ഒരു പേര് കൂടെ അവർക്ക് കിട്ടും. കാരണം 2 പേരും 6 തവണ മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ നേടി നിൽക്കുകയാണ്. 7ാം തവണ മമ്മൂക്ക നേടുമോ അല്ലെങ്കിൽ ലാലേട്ടൻ നേടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.